ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ ഹാജരായി. കൃത്യം 10 മണിക്കാണ് ഷൈൻ ടോം ചാക്കോ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. 10:30-ക്കാണ് പോലീസ് സമയം നൽകിയത്. പക്ഷേ കൃത്യം 10 മണിക്ക് തന്നെ അവിടെ എത്തി. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ഈ കാര്യങ്ങൾ ചോദിച്ചു. മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടർ എസ് രാഗിൻ തന്നെ ചോദിച്ചു, എന്തോട്ടമാണ് ഓടിയത്, ഇങ്ങനെ ഓടിയത് എന്തിനാണ്? ഒന്നിനുമില്ല ഷൈൻ ടോം ചാക്കോയ്ക്ക് മറുപടി. ഇപ്പോൾ ശ്യാമപ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, അവിടെ ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവിടെ ഉള്ളത് ഇപ്പോൾ? രാജീവ്, അതായത് നർക്കോട്ടിക് ACP കെ അബ്ദുൽ സലാം, അതോടൊപ്പം തന്നെ സെൻട്രൽ ACP കെ ജയകുമാർ എന്നീ 2 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. പ്രത്യേക മുറിയിലിരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ ഷൈൻ ടോം ചാക്കോ ഈ PGS വേദാന്തയിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്തിന്, ഈ കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചറിയുക. അതിനോടനുബന്ധിച്ച് മറ്റ് കാര്യങ്ങളുണ്ട്. ഈ വിൻസി അലോഷ്യസ് പറഞ്ഞ കാര്യങ്ങൾ, അതും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് നിലവിൽ പരാതിയും മറ്റൊന്നും തന്നെ ഇല്ല എങ്കിൽ പോലും അക്കാര്യങ്ങളിലടക്കം വിശദമായ രീതിയിൽ ചോദ്യം ചെയ്യും. കൂടാതെ ആലപ്പുഴയിൽ ലഹരി പിടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോയുടെ പേരുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ കേസിലും ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ, ഇക്കാര്യങ്ങളടക്കം പോലീസ് വിശദമായി ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 1 മാസ കാലയളവിൽ ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ വിശദാംശങ്ങളടക്കം പോലീസിന്റെ പക്കലുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ, അതായത് മലബാറിലായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ കഴിഞ്ഞ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഷൂട്ടിംഗ് നടന്നിരുന്നത്. പക്ഷേ ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് കൊച്ചിയിൽ ഷൈൻ ടോം ചാക്കോ ചെലവഴിച്ചിരുന്നു. ഈ കഴിഞ്ഞ ഒരു 5 ദിവസക്കാലത്തെ കൊച്ചിയിൽ ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഈ സ്ഥലങ്ങളിൽ ഈ ഷൈൻ ടോം ചാക്കോയെ കാണാനെത്തിയ ആളുകളുടെ വിശദാംശങ്ങൾ, ഇതെല്ലാം തന്നെ പോലീസ് പ്രത്യേകം പട്ടിക തിരിച്ച് ശേഖരിച്ചിട്ടുണ്ട്. ഇവരാരൊക്കെ, ഇവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, ഇക്കാര്യങ്ങളടക്കം വിശദമായിട്ട് ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോ കൊച്ചിയിൽ വന്ന് പലരുമായും ബന്ധപ്പെട്ടിട്ടുണ്ടോ, അത് ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ ACP തന്നെ പറഞ്ഞ ഒരു കാര്യം, ഈ ലഹരി മരുന്ന് വിൽപ്പനക്കാരനായ ഒരാളെ അന്വേഷിച്ചാണ് ഞങ്ങൾ ആ പരിസരത്ത് എത്തിയത്, അതായത് ഈ ഹോട്ടലിന് മുന്നിൽ എത്തിയത്. അവിടെ വെച്ച് അയാൾ മിസ്സായി. പക്ഷെ അതിനുശേഷമാണ് ആ ഹോട്ടൽ പരിശോധിക്കുന്നത്. ഹോട്ടൽ പരിശോധിച്ചപ്പോൾ ഷൈൻ ടോം ചാക്കോ അവിടെ താമസിക്കുന്നതായി അറിഞ്ഞു. അങ്ങനെ ആ റൂം പരിശോധിക്കാൻ ചെല്ലുന്നു. ഇവർ ഒരാളെ അന്വേഷിച്ചു വന്നു എന്ന് പറഞ്ഞല്ലോ, അയാളെ പോലീസിന് പിടികിട്ടിയിട്ടുണ്ടോ? നിലവിൽ ഈ പറയുന്ന പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഒരാളാണ്. അയാളെയാണ് പോലീസ് തിരക്കിയെത്തിയത്. പക്ഷേ ആ ഘട്ടത്തിൽ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അവിടെ ഈ ഹോട്ടലിലെ റൂം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് രജിസ്റ്ററിൽ ഷൈൻ ടോം ചാക്കോയുടെ പേര് രേഖപ്പെടുത്തിയതായിട്ട് പോലീസ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇനി ഷൈൻ ടോമിനെ കാണാനായിട്ട് ഏതെങ്കിലും തരത്തിൽ വന്നതായിരിക്കുമോ എന്നീ ആശങ്കകളുടെയും അല്ലെങ്കിൽ ഈ ഒരു സംശയത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഒരുപക്ഷെ ആ റൂം കൂടി പരിശോധിച്ചേക്കാം എന്ന തരത്തിൽ അവിടെ പരിശോധനയ്ക്കായി എത്തുകയും തുടർന്ന് അവിടെ പരിശോധിക്കാനായിട്ട് മുതിരുകയും ഒക്കെ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോലീസിനെ ഭയന്ന് ഇയാൾ ഓടി ഒളിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇയാളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ പോലീസ്